ആചാരാനുഷ്ഠാനങ്ങൾ മനുഷ്യ പുരോഗതിക്കുള്ള മണിമുത്തുകളെന്ന് ശിവഗിരി മഠം പ്രതിനിധി സ്വാമി പ്രേമാനന്ദ പറഞ്ഞു. കാലിക്കറ്റ് ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി ഇഫ്താർ സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു സ്വാമി. ആചാരാനുഷ്ഠാനങ്ങളെ ശാസ്ത്രീയമായ രീതിയിൽ അവലോകനം ചെയ്ത പ്രഭാഷണമായിരുന്നു അതിഥികളായി എത്തിയ ശിവഗിരി മഠം പ്രതിനിധി സ്വാമി പ്രേമാനന്ദയുടെയും CSI സെന്റ് മേരീസ് ഇംഗ്ലീഷ് ചർച്ച് വികാർ ഡോക്ടർ TI ജെയിംസിന്റെയും ജില്ലാ മസ്ജിദ് ഇമാം സൈനുൽ ആബിദ് തങ്ങളിന്റെയും വാക്കുകളിൽ നിന്നും കേൾക്കാനായത്. ആചാരാനുഷ്ഠാനങ്ങൾ മനുഷ്യ പുരോഗതിക്കുള്ള മണിമുത്തുകളാണെന്ന് ശിവഗിരി മഠം പ്രതിനിധി സ്വാമി പ്രേമാനന്ദ പറഞ്ഞു. ഗുരുക്കന്മാരുടെ കൃതികൾ, ബൈബിൾ, ഖുർആൻ തുടങ്ങിയായിട്ടുള്ള ഗ്രന്ഥങ്ങൾ, ഇതെല്ലാം മനുഷ്യരുടെ പുരോഗതിക്ക് വേണ്ടി ശ്രേയസ്സും പ്രേയസ്സും നിറഞ്ഞ തരത്തിൽ നമുക്ക് ലഭ്യമായിട്ടുള്ള മണിമുത്തുകളാണ്. സ്വായത്തിൽ നിന്നും പരിസരത്തേക്കുള്ള യാത്രയാണ് നോമ്പെന്ന് CSI സെന്റ് മേരീസ് ഇംഗ്ലീഷ് ചർച്ച് വികാർ ഡോക്ടർ TI ജെയിംസ് അഭിപ്രായപ്പെട്ടു. സ്വയത്തിൽ നിന്ന് പരിസരത്തിലേക്ക് നമ്മൾ ഇറങ്ങി ചിന്തിക്കേണ്ട സമയമാണ്. പുറത്തുള്ള ആളുകളുടെ ജീവിതങ്ങളെയും പ്രയാസങ്ങളെയും കാണുകയും അവരോട് ചേർന്ന് ജീവിക്കുകയും ചെയ്യുവാനും സമയമാണ്. അർത്ഥവത്തായ രീതിയിൽ ഈ നോമ്പ് ആചരിക്കുവാനും ഇഫ്താർ സെലിബ്രേറ്റ് ചെയ്യുവാനും സന്തോഷത്തിന്റെ സമയമായി തീരുവാനും സർവശക്തനായ ദൈവം നമ്മെ എല്ലാവരും സഹായിക്കട്ടെ. വിശപ്പ് സഹിച്ചുള്ള നോമ്പല്ല, സൂക്ഷ്മത പാലിച്ചുള്ള നോമ്പാണ് വേണ്ടതെന്ന് നടക്കാവ് ജില്ലാ മസ്ജിദ് ഇമാം സൈനുൽ ആബിദ് തങ്ങൾ പറഞ്ഞു. നമുക്ക് മറ്റുള്ളവരെ സഹായിക്കാൻ തോന്നും. ഇപ്പൊ നാം വിശപ്പ് സഹിക്കുന്നു, അപ്പൊ ഒരു ആളെ കാണുമ്പോൾ, ഒരു പാവപ്പെട്ടവനെ കാണുമ്പോൾ നമുക്ക് പെട്ടെന്ന് അയാളെ സഹായിക്കണം തോന്നും. നമുക്കൊരു ഭക്തിയുള്ള യഥാർത്ഥ നോമ്പുകാരനാവണം, യഥാർത്ഥ ഭക്തിയായിരിക്കണം. കപട ഭക്തിയെ പറ്റി നമുക്ക് ഇവിടെ സംസാരമില്ലല്ലോ, നമ്മളൊക്കെ നല്ലവരാണല്ലോ. അപ്പോ ഭക്തി ഉണ്ടെങ്കിൽ നമുക്ക് മറ്റുള്ളവരെ സഹായിക്കാനും സക്കാത്ത് മറ്റുള്ളവരെ അതിന്റെ കടമയാണെന്ന് നമുക്ക് ബോധ്യമുണ്ടാവും. ചേംബർ ഭവനിൽ നടന്ന ഇഫ്താർ സംഗമത്തിൽ ചേംബർ പ്രസിഡന്റ് AP അബ്ദുള്ളക്കുട്ടി അധ്യക്ഷനായി. സെക്രട്ടറി ബോബിഷ് കുന്നത്ത്, ട്രഷറർ അർഷാദ് ആദിരാജ, PM ഷാനവാസ്, ഡോക്ടർ K മൊയ്തു, M മുസമ്മിൽ, റഫി P ദേവസ്യ, സുബൈർ കൊളക്കാടൻ, ഐബ് തോമസ്, സുന്ദർ രാജ്ലു തുടങ്ങിയവർ സന്നിഹിതരായി. ACV ന്യൂസ്, കോഴിക്കോട്.